നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. കാനഡയിൽ പഠിക്കാൻ വന്നാൽ പഠിക്കണമെന്ന് മന്ത്രി മാർക്ക് മില്ലർ. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ എൻറോൾമെന്റ് ട്രാക്ക് സൂക്ഷിക്കുന്നതിൽ കോളേജുകൾ പരാജയപ്പെട്ടാൽ പോസ്റ്റ് സെക്കൻഡറി വിദ്യാർത്ഥികളിൽ നിന്നുള്ള സ്റ്റഡി പെർമിറ്റുകളുടെ പ്രോസസ്സിംഗ് താൽക്കാലികമായി നിർത്തിവെക്കാൻ ഫെഡറൽ ഗവൺമെന്റ് പദ്ധതിയിടുന്നു. വിദ്യാർത്ഥികൾ കൃത്യമായി കോളേജുകളിൽ എത്തുന്നുണ്ടോ എന്നും എല്ലാ സ്റ്റഡി പെർമിറ്റ് ആവശ്യകതകളും പാലിക്കുന്നുണ്ടോ എന്നും ഫെഡറൽ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെന്റിന് റിപ്പോർട്ട് ചെയ്യാൻ കോളേജുകളെയും സർവകലാശാലകളെയും ഈ നടപടി നിർബന്ധിതമാക്കും. കാനഡയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥി പരിപാടിയിൽ ആത്മവിശ്വാസം വീണ്ടെടുക്കാനുള്ള സമീപകാല ശ്രമങ്ങളുടെ ഭാഗമായാണ് ഈ നീക്കം. പുതിയ പദ്ധതി പ്രകാരം ഒരു വിദ്യാർത്ഥി കലാലയം മാറും മുന്നേ പുതിയ പഠനാനുമതിക്ക് അപേക്ഷിക്കണം. കാനഡയിൽ ജോലി ചെയ്യുന്നതിനും സ്ഥിര താമസം നേടുന്നതിനുമുള്ള ഒരു പിൻവാതിലായിട്ടാണ് കുടിയേറ്റക്കാർ കൂടുതലായി യൂണിവേഴ്സിറ്റി ഡിഗ്രികളെ കാണുന്നതെന്നും ഈ പ്രവണതയ്ക്ക് മൂക്കുകയർ ഇടുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും രാജ്യത്തെ പാർപ്പിട പ്രതിസന്ധി, ആരോഗ്യ പരിപാലന ദൗർലഭ്യം, സാമൂഹിക പിരിമുറുക്കം എന്നിവയ്ക്ക് അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ഈ അനിയന്ത്രിത തള്ളിക്കയറ്റം കാരണമാകുന്നതെന്ന് ഇമിഗ്രേഷൻ മന്ത്രി മാർക്ക് മില്ലർ അറിയിച്ചു. കാനഡയുടെ ശരാശരി വാടകയിൽ 3 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഇടിവ് രേഖപ്പെടുത്തി. ഏറ്റവും പുതിയ വാടക റിപ്പോർട്ട് പ്രകാരം എല്ലാ പ്രോപ്പർട്ടി തരങ്ങളിലുമുള്ള ശരാശരി വാടക മെയ് മുതൽ 0.8% കുറഞ്ഞ ശരാശരി $2,185 കുറഞ്ഞു. ടൊറന്റോയിലെ കോണ്ടോകൾക്കും ആവശ്യാനുസരണം നിർമ്മിച്ച വാടക അപ്പാർട്ട്മെന്റുകൾക്കുമായി ശരാശരി വാടക 3% ഇടിഞ്ഞ് 22 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കായ $2,715 ടൊറന്റോയിൽ കഴിഞ്ഞ 5 മാസങ്ങളിലും വാൻകൂവറിൽ കഴിഞ്ഞ 7 മാസങ്ങളിലും വാടക പ്രതിവർഷം കുറഞ്ഞതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സൈബർ ആക്രമണം, ഉപഭോക്താക്കളുടെ സ്വകാര്യ വിവരങ്ങൾ ചോർന്നിട്ടുണ്ടാവാമെന്ന് ടിക്കറ്റ് മാസ്റ്റർ. 500 ദശലക്ഷത്തിലധികം ടിക്കറ്റ് മാസ്റ്റർ ഉപഭോക്താക്കളുടെ ഉപഭോക്തൃ ഡാറ്റ മോഷ്ടിച്ചതായി ഷൈനി ഹണ്ടേഴ്സ് എന്ന ഹാക്കിംഗ് ഗ്രൂപ്പ് അവകാശപ്പെടുകയും $5 ലക്ഷം മോചനദ്രവ്യം ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് നടന്ന സംഭവവികാസങ്ങളിൽ തങ്ങളുടെ കസ്റ്റമർ വിവരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാമെന്ന് ടിക്കറ്റ് മാസ്റ്റർ അറിയിച്ചു. തികച്ചും ദൗർഭാഗ്യകരമായ ഈ സംഭവത്തിൽ തങ്ങളുടെ ഉപഭോക്താക്കളോട് മാപ്പ് ചോദിക്കുന്നതായും ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ അടിയന്തരമായി മാറ്റണമെന്നും കമ്പനി അതിന്റെ ഉപഭോക്താക്കളോട് ആവശ്യപ്പെട്ടു. ലിസ്റ്റീരിയ രോഗവ്യാപനം. സിൽക്ക്, ഗ്രേറ്റ് വാല്യൂ എന്നീ പ്ലാന്റ് അധിഷ്ഠിത പാനീയങ്ങൾ കാനഡയിലുടനീളം തിരിച്ചുവിളിച്ചു. കനേഡിയൻ ഫുഡ് ഇൻസ്പെക്ഷൻ ഏജൻസി ചില സസ്യാധിഷ്ഠിത പാനീയങ്ങൾ ലിസ്റ്റീരിയയ്ക്ക് കാരണമായേക്കാമെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വിൽപ്പന തടഞ്ഞുകൊണ്ട് ഉത്തരവിറക്കി. സിൽക്ക്, ഗ്രേറ്റ് വാല്യൂ ബ്രാൻഡുകളിൽ നിന്നുള്ള 15 ഉൽപ്പന്നങ്ങൾ വിൽക്കുകയോ വിതരണം ചെയ്യുകയോ ചെയ്യരുതെന്ന് കാനഡയിലുടനീളമുള്ള സ്റ്റോറുകളോട് ആവശ്യപ്പെട്ടു. തിരിച്ചുവിളിച്ച ഉൽപ്പന്നങ്ങൾ ഡാനോൺ കാനഡ നിർമ്മിച്ചവയാണ്. ഛർദി, ഓക്കാനം, പനി, തലവേദന, വേദന, കഴുത്തുഞിരുക്കം എന്നിവയാണ് ലിസ്റ്റീരിയയുടെ ലക്ഷണങ്ങൾ. സാൽമൊണല്ല അല്ലെങ്കിൽ ഈക്കോളി പോലുള്ള മറ്റ് ഭക്ഷ്യജന്യ ബാക്ടീരിയകളെ പോലെ ലിസ്റ്റീരിയ സാധാരണമല്ലെങ്കിലും ബാധിച്ചാൽ അതിന്റെ മരണനിരക്ക് 30% വരെ ഉയർന്നേക്കാമെന്ന് ബ്രിട്ടീഷ് കൊളംബിയ സർവകലാശാലയിലെ ഫുഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് പ്രൊഫസറായ സിയോൺ വാങ് പറഞ്ഞു. ബെറിൽ ചുഴലിക്കാറ്റിന്റെ അനുരണനങ്ങൾ തെക്കൻ ഒന്റാരിയോയിൽ കനത്ത മഴയായേക്കും. ബെറിൽ ചുഴലിക്കാറ്റിന്റെ ദിശാമാറ്റത്തിന്റെ സൂചനയെന്നോണം തെക്കൻ ഒന്റാരിയോയിൽ ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് എൻവയോൺമെന്റ് കാനഡ. തെക്കൻ ഒന്റാരിയോയുടെയും ക്യൂബക്കിന്റെയും ചില ഭാഗങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ കനത്ത മഴ ഉണ്ടായേക്കാമെന്നും മണിക്കൂറിൽ 40 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന മഴ ചില പ്രദേശങ്ങളിൽ 80 മില്ലിമീറ്റർ വരെ ഉയർന്നേക്കാമെന്നും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ, ബ്രാംപ്ടൺ, ലത മേനോൻ, ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരള കരി ഹൗസ്, മിസിസാഗ, ജോജോ അഗസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാ പ്രകാശ്. കൂടുതൽ കനേഡിയൻ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.